ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, ഉലമ ആക്ടിവിസം കേരളീയ മാതൃക എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അൽ ഉലമ വറസത്തുൽ അംബിയ, ഉലമാക്കൾ അംബിയാക്കളുടെ പിൻഗാമികളാണ് എന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം ഉലമ ആക്ടിവിസം എന്താണെന്നും എപ്പോഴാണ് അത് നടപ്പിൽ വരുന്നതെന്നും അതിൻ്റെ പ്രാധാന്യവും ആവശ്യകതയും എന്താണെന്നുമെല്ലാം വിളിച്ചോതുന്നു. മഹാന്മാരായ അമ്പിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സമൂഹത്തിലേക്കും നിയോഗിച്ചത് വ്യക്തമായ ഉത്തരവാദിത്തത്തോടെയാണ്. ഓരോ സമൂഹത്തിനും ഏറ്റവും ആവശ്യമായത് എത്തിച്ചു കൊടുക്കാനും നേരായ വഴിയിലേക്ക് അവരെ വഴി നടത്തി ഒരു പ്രബുദ്ധ സമൂഹമായി അവരെ മാറ്റിയെടുക്കാനുമെല്ലാം റബ്ബിന്റെ കൽപ്പന അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്പിയാക്കളുടെ പിൻഗാമികളായ ഉലമാക്കൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് അവിടെ ഉലമ ആക്ടിവിസം ഉടലെടുക്കുന്നത്. ഈ അടിത്തറയെ മുൻനിർത്തി മാത്രമേ കേരളീയ ഉലമ ആക്ടിവിസത്തിന്റെ കേരളീയ പശ്ചാത്തലം ചർച്ച ചെയ്യാൻ കഴിയൂ. ഇന്ന് കാണുന്ന രൂപത്തിൽ കേരളീയ സമൂഹത്തിൽ ഉലമ ആക്ടിവിസം ഇസ്ലാമിക പാരമ്പര്യം പച്ചപിടിച്ചതിൻ്റെ പിന്നിൽ ഉലമ ആക്ടിവിസമാണ്. ഇസ്ലാമിക പൈതൃകങ്ങളിൽ ഊന്നിക്കൊണ്ട് തൻ്റെ സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുമ്പോഴാണ് ഒരു ആലിം ആക്റ്റീവാകുന്നത്. ഇത്തരത്തിൽ ഒരു ചക്രീയത സമൂഹത്തിൽ ഉടലെടുക്കുമ്പോഴാണ് അവിടെ ഉലമ ആക്ടിവിസം സംഭവിക്കുന്നത്. കേരളത്തിൽ ഇസ്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തു തന്നെ എത്തിയിട്ടുണ്ട്. എന്നാൽ 7-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഉലമ ആക്ടിവിസം കേരളത്തിൽ തുടക്കം കുറിക്കുന്നത്. ഹിജ്റ 21 മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു കേരളത്തിൽ എത്തുകയും 2 വർഷങ്ങളിലായി 10 പള്ളികൾ നിർമ്മിക്കുകയും ചെയ്തു. ആദ്യകാല പള്ളികളിൽ മതപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഖാളിമാരെ നിയമിച്ചിരുന്നു. ഇവരായിരുന്നു ഉലമ ആക്ടിവിസത്തിന്റെ കേരളീയ തുടക്കക്കാർ. മഖ്ദൂമാരുടെ കാലം മുതൽക്കാണ് പുതിയ രീതിയിലുള്ള ദർസുകൾ പള്ളികളിൽ രൂപം കൊള്ളുന്നത്. എന്നാൽ ഓതി താമസിക്കുന്ന ദർസ് ആരംഭിക്കുന്നത് അബ്ദുറഹ്മാൻ ഹളറമി എന്ന പണ്ഡിതന്റെ നേതൃത്വത്തിൽ താനൂരിലാണ്. ഭാഷാ സംസ്കാരമാണ് ഉലമ ആക്ടിവിസത്തിന്റെ മറ്റൊരു പ്രത്യേകത. അറബി മലയാളത്തിൽ ധാരാളം രചനകളും കൃതികളും വിരചിതമായത് ഈ ആക്ടിവിസത്തിന്റെ ഭാഗമായാണ്. രാജ്യം സ്വാതന്ത്ര്യം രുചിക്കാൻ വിയർപ്പുമുട്ടുന്ന കാലത്ത് ഉലമാക്കൾ അടങ്ങിയിരുന്നില്ല. മഖ്ദൂമാരും ഉമർ ഖാളി റളിയല്ലാഹു അൻഹുവും മമ്പുറം തങ്ങളും അടങ്ങുന്ന അറിവിന്റെ കേസരികൾ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചു. മഖ്ദൂം 1-ാമന്റെ തഹ്ലീലും മഖ്ദൂം 2-ാമന്റെ തുഹ്ഫത്തുൽ മുജാഹിദീനും മമ്പുറം തങ്ങളുടെ സൈഫുൽ ബത്താറും ഖാളി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ ഫത്ഹുൽ മുബീനുമെല്ലാം അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള മഷിനിർമ്മിതമായ പടവാളുകളായിരുന്നു. ഇത്തരത്തിൽ കാലത്തിന്റെ ഗതിവിഗതികൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരുന്നു ഉലമാക്കൾ. അതുപോലെ 1860-ന്റെയും 1920-ന്റെയും ഇടയിൽ ചില പുത്തൻവാദികൾ വന്നുകൊണ്ട് സമൂഹത്തിന്റെ ദിശ മാറ്റാൻ ശ്രമിച്ചപ്പോൾ മഹാരഥന്മാരായ ഉലമാക്കൾ ഒന്നിച്ചു നിന്നുകൊണ്ട് സമസ്ത രൂപീകരിക്കുകയും എല്ലാ ബിദ്അ ആശയങ്ങളും തെറ്റാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. നവകാല ഇസ്ലാമിക മുന്നേറ്റങ്ങൾക്ക് പിന്നിലും ഉലമാക്കളുടെ നിറസാന്നിധ്യമുണ്ട്. നൂറുൽ ഉലമ MA ഉസ്താദും സുൽത്താനുൽ ഉലമ AP ഉസ്താദും അടങ്ങുന്ന പണ്ഡിത പ്രമുഖരുടെ വിദ്യാഭ്യാസ സാമൂഹിക സാധന പ്രവർത്തനങ്ങൾ നവകാല ഉലമ ആക്ടിവിസത്തിന്റെ മകുടോദാഹരണങ്ങളാണ്. അവരുടെ പാദങ്ങൾ പിൻപറ്റി ഭാവിയിൽ ഈ ആക്ടിവിസത്തെ നിലനിർത്തേണ്ടതുണ്ട്. അറിവ് അപ്രത്യക്ഷമാകുന്നതിന് മുമ്പ് നിങ്ങൾ അത് കരസ്ഥമാക്കുക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി. അറിവ് അപ്രത്യക്ഷമാവുകയോ എന്ന് അനുചരന്മാർ അത്ഭുതപ്പെട്ടു. ഖുർആൻ ഞങ്ങളുടെ കൈവശം തന്നെയുണ്ടല്ലോ, പിന്നെ എങ്ങനെ അറിവ് അപ്രത്യക്ഷമാകും എന്നവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അറിവ് അപ്രത്യക്ഷമാവുക എന്നാൽ അറിവുള്ളവർ അപ്രത്യക്ഷമാവുക എന്നാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മറുപടി പറഞ്ഞു. അതായത് പ്രവർത്തിക്കുന്ന മനുഷ്യ ശരീരത്തിൽ മാത്രമാണ് അറിവ് നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഉലമാക്കളായി നമുക്ക് മാറേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.